നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് പറയുന്ന വിഷയം 2026 തിരുവോണം നക്ഷത്രത്തിന്റെ വിഷുഫലമാണ് ഞാൻ പറയുന്നത്. അതായത് 2026 തിരുവോണം നക്ഷത്രക്കാർക്കുണ്ടാവുന്ന വിഷുഫലം. അതാണ് ഇവിടെ ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോൾ 2026 ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:34 ചതയം നക്ഷത്രത്തിൽ ഇടവൻ രാശിയിൽ സൂര്യൻ തന്റെ ഉച്ചക്ഷേത്രമായ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു, അതായത് കടന്നു വരുന്നു. അപ്പൊ മേടൻ രാശിയിലേക്ക് സൂര്യന്റെ ആ കടന്നുവരവിന്, അതായത് സംക്രമിക്കുന്നതിന് അനുസരിച്ചാണ് വിഷു നാം ആഘോഷിക്കുന്നത്. അപ്പൊ ഇപ്രാവശ്യം ഏപ്രിൽ 14 സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നതെങ്കിലും വിഷു വരുന്നത് പിറ്റേ ദിവസമാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നത്. കാരണം അന്ന് രാവിലെ സൂര്യോദയത്തിന് ശേഷമാണ് 9:34 സൂര്യൻ മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത്. അതുകൊണ്ടാണ് അത് പിറ്റേ ദിവസത്തേക്ക് ആയി മാറുന്നത് വിഷു ആഘോഷം. അപ്പോൾ ഈ വിഷുഫലമായി വിഷു സംക്രമ പുരുഷന്റെ, അതായത് സൂര്യൻ സംക്രമിക്കുന്ന അനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരം സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് ഓരോ നക്ഷത്രങ്ങളെയും 2 വിധത്തിൽ വേർതിരിച്ചിട്ടുണ്ട്. അതായത് 9 നക്ഷത്രങ്ങളെ ശൂലമെന്നും 18 നക്ഷത്രങ്ങളെ ഷഡ്ഗമെന്നുമാണ് വേർതിരിച്ചിട്ടുള്ളത്. ഇത് പഞ്ചാംഗ വിധിപ്രകാരമുള്ള കാര്യമാണ് ഞാൻ പറയാം. 2026 പഞ്ചാംഗം അനുസരിച്ചുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ അതില് 9 നക്ഷത്രക്കാരായ ശൂലം നക്ഷത്രക്കാർക്ക് അത്ര ഗുണകരമല്ല ഈ വിഷുഫലം. ഈ ശൂലത്തിൽ തന്നെ നക്ഷത്രങ്ങളെ ആദിശൂലമെന്നും മധ്യശൂലമെന്നും അന്ത്യശൂലമെന്നും, ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രങ്ങളെ ആദിഷഡ്ഗം, മധ്യഷഡ്ഗം, അന്ത്യഷഡ്ഗമെന്നും വേർതിരിച്ചിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഷഡ്ഗത്തിൽ വരുന്ന 18 നക്ഷത്രക്കാർക്ക് ഈ വിഷുഫലം വളരെയധികം നേട്ടങ്ങൾ തരുന്ന ഒരു വിഷുഫലമാണ് അവരെ കാത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് നേടാൻ കഴിയുന്നത്. അപ്പോൾ ഈ 2026 വിഷുഫലം തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷു സംക്രമ പുരുഷന്റെ ലക്ഷണമനുസരിച്ച് പഞ്ചാംഗ വിധിപ്രകാരം തിരുവോണം നക്ഷത്രക്കാർ അന്ത്യഷഡ്ഗത്തിൽ വരുന്ന നക്ഷത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെ 2 വേർതിരിച്ചിട്ടുണ്ടെന്ന്. അതിൽ അന്ത്യഷഡ്ഗത്തിലാണ് തിരുവോണം നക്ഷത്രക്കാർ വരുന്നത്. ഇവർക്ക് ഈ വിഷുഫലമായി സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ ഇവർക്കുണ്ടാവുന്നതാണ്. ഇവർക്ക് ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്താൻ കഴിയുന്നതാണ്. തെരഞ്ഞെടുപ്പുകളിൽ, മത്സരങ്ങളിൽ രാഷ്ട്രീയക്കാർ പ്രവേശിച്ചാൽ, അതായത് തിരുവോണം നക്ഷത്രക്കാർ, അവരുടെ കാര്യമാണ് കേട്ടോ പറയുന്നത്. തിരുവോണം നക്ഷത്രക്കാർ ഇലക്ഷനിൽ ഒക്കെ മത്സരിച്ചാൽ ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ഇവരെ സംബന്ധിച്ച്. കാരണം അവരെ സംബന്ധിച്ച് ഈ വിഷുഫലം വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സമയമാണെന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഈ രാഷ്ട്രീയക്കാർക്ക് ജനസമ്മതി കൂടുതൽ കിട്ടുന്ന ഒരു സമയവും കൂടിയായിരിക്കും ഈ വിഷുഫലം തരുന്നത്.
തൊഴിൽ സംബന്ധമായ മേഖലകളിൽ ഇവർക്ക് ഉന്നതി ഉണ്ടാകുന്ന സമയമായിരിക്കും. ഉന്നതി ഉണ്ടാകും തൊഴിൽപരമായി. സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് അത് പരിഹരിക്കുകയും അതിൽ നിന്നും ഇവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാൻ ഇടവരുകയും ചെയ്യും. അതായത് സമൂഹത്തിലെ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവർക്കതിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും ഇവരെ സംബന്ധിച്ച്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇവർ എത്തിപ്പെടുകയും ചെയ്യും. അധികാര സ്ഥാനങ്ങളിൽ ഇവരെത്തും. അധികാര സ്ഥാനങ്ങളിൽ ഇവർക്ക് എത്താൻ കഴിയുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ജനസ്വാധീനം വർദ്ധിച്ചു വരികയും ചെയ്യും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കും പ്രശംസയും സ്ഥാനമാന പദവികളും ഇവർക്ക് കിട്ടുന്ന സമയമാണ് ഈ വിഷുഫലം. വിഷുഫലമായിട്ട് അപ്പൊ ഇവരെ സംബന്ധിച്ച് സ്ഥാനമാനങ്ങളും അതേപോലെ പ്രശംസയും പദവികളും ഒക്കെ കിട്ടും. കലാകാരന്മാർക്കും പൊതുപ്രവർത്തകർക്കും പുരസ്കാരങ്ങളും ആദരവുകളും കിട്ടുന്ന സമയം കൂടിയായിരിക്കും. അപ്പൊ രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് മാത്രമല്ല, കലാകാരന്മാരെ സംബന്ധിച്ചും അതുകൂടാതെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളെ സംബന്ധിച്ചുമൊക്കെ പുരസ്കാരങ്ങളും പദവികളും ഒക്കെ കിട്ടാനും ആദരവ് കിട്ടാനും പ്രശംസ കിട്ടാനും ഒക്കെ ഇടവരുന്ന സമയമാണ്. മേലുദ്യോഗസ്ഥരുടെ പ്രശംസ കിട്ടാനും ഇടവരും ഇവരെ സംബന്ധിച്ച്. അതായത് തൊഴിൽ മേഖലകളിൽ ഇവർ ചെയ്യുന്ന കർമ്മമേഖലകളിൽ ഇവർക്ക് അവരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ പ്രശംസ കിട്ടാൻ ഇടവരും. ജീവിതത്തിൽ പൊതുവെ സന്തോഷവും സമാധാനവും കിട്ടുന്ന ഒരു സമയമാണ് ഇവരെ സംബന്ധിച്ച്. ഈ വിഷുഫലമായി ഈ സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഇവർക്ക് കിട്ടും. ഇവരോട് അകൽച്ച കാണിച്ചവർ, അതായത് എല്ലാ മനുഷ്യരും ഒരേപോലെ ചിലപ്പോൾ പെരുമാറിയില്ല എന്ന് വരുമല്ലോ ചില സമയങ്ങളിൽ. അപ്പോൾ ഇവരോട് അകൽച്ച കാണിച്ചവര് ഇവരോട് അടുത്തു വരുന്ന ഒരു സമയവും കൂടിയായിരിക്കും. അത് അകന്നുപോയവര് അടുത്തു വരുന്ന സമയമാണ്. കുടുംബത്തിൽ ഐക്യതയും ഒത്തൊരുമയും ഉണ്ടാകുന്ന സമയവും കൂടിയാണ്. കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ഇവർക്കൊരു ഒത്തൊരുമയുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. ബന്ധുജന സമാഗമങ്ങൾ ഉണ്ടാകും. അതായത് ബന്ധുക്കൾ തമ്മിൽ കാണാനും അവർ തമ്മിൽ കൂടാനും ഒക്കെയുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. മംഗളകർമ്മങ്ങൾ നടക്കാനിടയുണ്ട്. ഇവരുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട കുടുംബങ്ങളിലോ ഒക്കെ മംഗളകർമ്മങ്ങൾ നടക്കാനും ആ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനും അതിൽ നേതൃത്വപരമായ കാര്യങ്ങൾ ചെയ്യാനും ഇവർക്ക് അവസരങ്ങൾ ഈ വിഷുഫലമായി വന്നു ചേരുന്നതാണ്. തീർത്ഥയാത്ര പോകാനും വിനോദയാത്ര പോകാനും ക്ഷേത്ര ദർശനങ്ങൾ നടത്താനും അതുമൂലം അവരുടെ ഈ തിരുവോണ നക്ഷത്രക്കാരുടെ ആഗ്രഹ സബലീകരണം ഉണ്ടാകാനും സാധിക്കുന്നതാണ്. ചില ആൾക്കാർ തീർത്ഥയാത്ര പോകാറില്ലാത്തവരുണ്ടായിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആൾക്ക് തീർത്ഥയാത്ര പോകാനും അല്ലെങ്കിൽ വിനോദയാത്ര പോകാനോ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച ചില ക്ഷേത്രങ്ങളിൽ പോകാതെ ഇരുന്നിട്ടുണ്ടാവും, സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിനനുസരിച്ച് ഇവർക്ക് ആ സന്ദർഭത്തിന് മാറി ഇപ്പോൾ ആ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനുള്ള ഒരു സന്ദർഭം ഇവർക്ക് ജീവിതത്തിൽ വിഷുഫലമായി വന്നു ചേരുന്നതാണ്. അപ്പോൾ പൊതുവെ നോക്കുമ്പോൾ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ 2026 വിഷുഫലം അവർക്ക് വളരെ നേട്ടങ്ങൾ തരുന്ന ഒരു വർഷമായിരിക്കും, അല്ലെങ്കിൽ ഒരു വിഷുഫലമായിരിക്കും അവർക്കുണ്ടാകുന്നത്. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷുഫലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കുന്നു.
എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.